അല്പം മുമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത എൽ സുബ്രഹ്മണ്യനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ ഹാജരാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, സുബ്രഹ്മണ്യന് ഇത് ഷോക്കായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചിലപ്പോൾ AI ചിത്രമാണെന്ന് അറിയാതെ പ്രചരിപ്പിച്ചതാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഒരു അറസ്റ്റിലേക്കാണോ കടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഒരുപക്ഷെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് നേരെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ ഇവിടെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക്, നിർമ്മല ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരിക്കും. എന്തായാലും ഈ AI ചിത്രം പങ്കുവെച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പോലീസ് അതിശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് നിരവധി നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവ് അടക്കം ഈ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും പോലീസിന് ഈ നടപടി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഒരു വലിയ വിഷയം നടക്കുമ്പോൾ അതിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഒരു ചിത്രത്തിന്റെ പേരിൽ തന്നെ വേട്ടയാടുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തോട് സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ ഈ പോലീസ് വാഹനത്തിന്റെ വിൻഡോ ഇതുവരെ തുറന്നു തന്നിട്ടില്ല. ഞാനത് പലതവണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, പക്ഷേ അത് തുറന്നു തന്നിട്ടില്ല. അദ്ദേഹത്തിന് സംസാരിക്കണമെന്നും താല്പര്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്പസമയം മുൻപ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഉടനെ തിരിച്ചു വിളിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല, വീട്ടിൽ വെച്ച് ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു പോലീസ്. അദ്ദേഹം പലതവണ സ്റ്റേഷനിൽ ഹാജരാകാം, ചോദ്യം ചെയ്യലിന് ആവശ്യമെങ്കിൽ ഹാജരാകാം എന്നൊക്കെ അറിയിക്കുമ്പോഴും അതിന് തയ്യാറാകാതെ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഒടുവിൽ അദ്ദേഹം താൻ അറസ്റ്റ് വരിക്കാം എന്ന് അറിയിച്ചുകൊണ്ട് സ്വമേധയാ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്നലെ തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള ഒരു സൂചന അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പോലീസ് ശക്തമായിട്ടുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഈ നടപടി എന്ന് നമ്മൾ വായിച്ചെടുക്കണം. ഇന്നിപ്പോൾ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചേവായൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിച്ചേരുന്നത്. അദ്ദേഹത്തോട് ചോദ്യം ചെയ്യണം, ഒപ്പം വരണം എന്ന് ആവശ്യപ്പെടുന്നു. ആ സമയം അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരായിക്കോളാം എന്ന് അറിയിച്ചപ്പോൾ അത് മതിയാകില്ല, ഇപ്പോൾ തന്നെ തങ്ങൾക്കൊപ്പം തന്നെ വരണം എന്നുള്ള ആവശ്യം ഈ പോലീസ് മുന്നോട്ട് വെക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം വഴങ്ങാത്തതിനെ തുടർന്ന് അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഒരു പക്ഷേ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിനെതിരെ ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിക്കാം. ഇതിന് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് 100%. ശബരിമല സ്വർണ്ണക്കള്ള നടക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുക. അത് രണ്ടാളിൽ ജയിലിൽ കിടക്കുകയാണ് CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ എനിക്കെതിരെ കേസ്. എന്നിട്ട് കണ്ടില്ലേ, താങ്കൾ പങ്കുവച്ചത് AI ചിത്രമാണെന്ന് അങ്ങേക്ക് അല്ല, 100% അല്ല, AI ചിത്രമല്ല പങ്കുവച്ചത്. അല്ല. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു നടപടി, പോലീസ് നടപടി? രാഷ്ട്രീയം. അങ്ങയുടെ അറസ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്നോട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് എടുക്കാതെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അറസ്റ്റ് ആണോ? ആയിരിക്കാം. ശക്തമായിട്ടുള്ള പ്രതിഷേധം. കസ്റ്റഡി. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലേക്കാണ് പോകുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു അറസ്റ്റിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഈ വൈദ്യപരിശോധന അടക്കം പുരോഗമിക്കുകയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ താൻ പങ്കുവെച്ചത് AI ചിത്രമല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം തനിക്കുണ്ട് എന്ന് N സുബ്രഹ്മണ്യൻ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ളത്. തന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കസ്റ്റഡി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു അറസ്റ്റ് എന്നായിരിക്കാം എന്ന നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് N സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പോലീസ് ഈ നടപടിയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രങ്ങൾ അവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള പരാതി. അത് ഒരു പരാതി ഇല്ലാതെ, അതായത് ആരും കൃത്യമായ ഒരു പരാതി നൽകാതെ സ്വമേധയാ പോലീസ് കേസെടുക്കുകയായിരുന്നു എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം ഇന്നലെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്.
ഇപ്പോൾ ചെവായൂർ പോലീസാണ് സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന AI ചിത്രം പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൈദ്യപരിശോധന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിൻ്റെ നീക്കം. ചെവായൂർ CI മകേഷിന് നേതൃത്വമുള്ള പോലീസ് സംഘമാണ് വീട്ടിലെത്തി സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആദ്യം അദ്ദേഹം ചില തർക്കങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും അത് അവസാനം പോലീസ് എല്ലാവിധമായ നിയമപരമായ നടപടികളും സ്വീകരിച്ച് തന്നെയാണ് വീട്ടിലേക്ക് എത്തിയത് എന്ന് മനസ്സിലായതിനു ശേഷമാണ് അദ്ദേഹം പോലീസുകാർക്കൊപ്പം പോകാൻ തീരുമാനിച്ചതും. അല്പസമയത്തിനകം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ചെവായൂർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വൈദ്യപരിശോധനയാണ് ഇപ്പോൾ നിർമ്മല ആശുപത്രിയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷ് തുടരുകയാണ്. നമുക്കിപ്പോൾ നിഖിൽ പ്രമേഷ്, മറ്റുള്ള പല ആൾക്കാരും ഇതേ ചിത്രം പങ്കുവച്ചെങ്കിലും അവർക്കൊന്നും ഇത്തരം ഒരു നടപടി നേരിടേണ്ടി വന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചിത്രം BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം പങ്കുവച്ചിട്ടുണ്ട് SKN. അദ്ദേഹം എന്നതാണ് എൻ സുബ്രഹ്മണ്യൻ പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർക്കെതിരെ ഒന്നും നടപടിയില്ല, പക്ഷെ തനിക്കെതിരെ മാത്രം നടപടി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നീക്കമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴും സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു പങ്കുവച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ നിർമ്മല ആശുപത്രി അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. മറ്റ് നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെവായൂർ CIയുടെ നേതൃത്വത്തിലാണ് തുടർ നടപടികൾ പുരോഗമിക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം നമ്മളോട് പ്രതികരിച്ചപ്പോൾ തന്നെ വളരെ കൃത്യമായി ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അറസ്റ്റിലേക്കാണോ പോലീസ് കടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. മുഖ്യമന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിലൊരു ചിത്രം മാത്രമാണ് ഇത്. അത് പലരും പങ്കുവച്ച ഒരു ചിത്രമാണ്. അത് AI ചിത്രമാണ് എന്ന് താൻ കരുതുന്നില്ല എന്നുകൂടി അല്പസമയം മുൻപ് അദ്ദേഹം 24നോട് ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ, ഈ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ഒരു ചിത്രം പങ്കുവച്ചു. അത് AI ചിത്രമാണ് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും എൻ സുബ്രഹ്മണ്യൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത് സ്വമേധയാ പോലീസ് കേസെടുക്കുകയായിരുന്നു, തനിക്കെതിരെ ആരും പരാതിയായിട്ട് നൽകിയിട്ടില്ല, സ്വമേധയാ പോലീസ് കേസെടുത്തൊരു നടപടിയിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. BNS 122 വകുപ്പുകൾ പ്രകാരമാണ് ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ കാരണം എന്തായിരിക്കും എന്ന ക്യാപ്ഷനോട് കൂടിയായിട്ടായിരുന്നു എൻ സുബ്രഹ്മണ്യൻ ചിത്രം പങ്കുവച്ചത്. അതിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, പോലീസിന്റെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. അദ്ദേഹത്തെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ച് അദ്ദേഹം ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇന്ന് വീട്ടിലെത്തി അദ്ദേഹത്തോട് ഒപ്പം വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. അദ്ദേഹം അതിനോട് വിമുഖത പ്രകടിപ്പിക്കുകയും തുടർന്ന് ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും അങ്ങനെയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഒടുവിൽ ഏറെ നേരത്തെ വാഗ്വാദത്തിനൊടുവിൽ അദ്ദേഹം അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കൊപ്പം ഈ പോലീസ് സംഘത്തിനൊപ്പം ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ചെവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അദ്ദേഹത്തെ ഇപ്പോൾ നിർമ്മല ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് സമയമായി അദ്ദേഹം ഇവിടെയാണുള്ളത്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ചെവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓക്കെ, താങ്ക് യു. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രം പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് ചെവായൂർ പോലീസ് സുബ്രഹ്മണ്യനെ ഇപ്പോൾ കസ്റ്റഡിയിലെത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.